നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് അശ്വതി. വെൽക്കം ടു ഹർഷിതം എഡ്യൂടെക്. കമ്പനി LGS പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ ക്ലാസ് മസ്റ്റ് ആയിട്ടും കാണണേ. ഏറ്റവും പ്രധാനപ്പെട്ട 100-ലധികം പ്രതീക്ഷിത ചോദ്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോയാലോ? നമ്മുടെ ടെലഗ്രാം ചാനൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് കമന്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ലിങ്ക് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്നവരിൽ വേറിട്ട് നിൽക്കുന്ന സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? വേറിട്ട് നിൽക്കുന്നത് മഹാദേവ ഗോവിന്ദ റാനഡെയാണ്. ബാക്കി 3 പേരും VT ഭട്ടതിരിപ്പാട്, ഏലിയാസ് ചാവറയച്ചൻ, വൈകുണ്ഠ സ്വാമികൾ കേരളത്തിൽ നിന്നുള്ള നവോത്ഥാന നായകന്മാരാണ്. അപ്പൊ നമുക്ക് ഓപ്ഷൻ എ തന്നെ ഇങ്ങ് എടുക്കാം. VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാട് പൂർണ്ണനാമം എന്താ? വെള്ളിത്തിരുത്തി താഴത്തു മനയിൽ രാമൻ ഭട്ടതിരിപ്പാട്. വെള്ളിത്തിരുത്തി താഴത്തു മനയിൽ രാമൻ ഭട്ടതിരിപ്പാട് 1896 മാർച്ച് മാസം 26 തൃത്താല പഞ്ചായത്തിലെ മേഴത്തൂർ ഗ്രാമത്തിലാണ് ജനിച്ചത്. 1896 മാർച്ച് മാസം 26 തൃത്താല പഞ്ചായത്തിലെ മേഴത്തൂർ ഗ്രാമത്തിലാണ് വെള്ളിത്തിരുത്തി താഴത്ത് മനയിൽ രാമൻ ഭട്ടതിരിപ്പാട് എന്ന VT ഭട്ടതിരിപ്പാടിന്റെ ജനനം ഓർക്കുക. 1921 ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന KPCCയുടെ കോൺഗ്രസ് സമ്മേളനത്തിലെ വോളണ്ടിയർ ആയിരുന്ന വ്യക്തി ആരാണ്? VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാട് അംഗമായ ഏറ്റവും പ്രശസ്തമായ സംഘടന ഏത്? യോഗക്ഷേമ സഭ. യോഗക്ഷേമ സഭ സ്ഥാപിതമായ വർഷം പറയൂ. 1908 ജനുവരി മാസം 31 യോഗക്ഷേമ സഭ സ്ഥാപിതമായത്. പഠിച്ചല്ലോ. യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാട്. ആരായിരുന്നു? ദേശമംഗലം ശങ്കരൻ നമ്പൂതിരിപ്പാടായിരുന്നു യോഗക്ഷേമ സഭയുടെ ആദ്യത്തെ പ്രസിഡന്റ്. യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം എന്തായിരുന്നു? നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നതായിരുന്നു യോഗക്ഷേമ സഭയുടെ ആപ്തവാക്യം. യോഗക്ഷേമ സഭയുടെ മുഖപത്രം ഏതാണെന്ന് ചോദിച്ചാൽ മംഗളോദയം ആണ്. മംഗളോദയം. നമ്പൂതിരി യുവജന സംഘം 1919 ആരുടെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്? VTയുടെ നേതൃത്വത്തിലാണ് ആരംഭിച്ചത്. ഈ നമ്പൂതിരി യുവജന സംഘത്തിന്റെ മുഖപത്രത്തിന്റെ പേരെന്തായിരുന്നു? ഉണ്ണി നമ്പൂതിരി. ഈ ഉണ്ണി നമ്പൂതിരി മാസികയ്ക്ക് മറ്റൊരു പ്രത്യേകതയുണ്ട്. VT രചിച്ച നാടകം അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക്, VTയുടെ നാടകമായ അടുക്കളയിൽ നിന്നും അരങ്ങത്തേക്ക് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് ഈ ഒരു മാസികയിലാണ്, ഉണ്ണി നമ്പൂതിരി എന്ന മാസികയിലാണ്. വർഷമേതാ? 1920. ഇനി നിങ്ങളോടുള്ള ഇന്നത്തെ ചോദ്യം, കണ്ണീരും കിനാവും എന്ന കൃതിയുടെ രചയിതാവ് ആര്? അല്ലെങ്കിൽ കണ്ണീരും കിനാവും ആരുടെ ആത്മകഥയാണ്? താഴെ ഒന്ന് കമന്റ് ചെയ്യാമോ? ഇനി നമുക്കൊരു 10 പ്രീവിയസ് ക്വസ്റ്റ്യൻ ഒന്ന് നോക്കിയാലോ. ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് എവിടെയാണ്? ഗോവയിലാണ്. വർഷമേതാ? 1556. 1556 ഇന്ത്യയിലെ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ബംഗളൂരുവിലാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് സ്ഥിതി ചെയ്യുന്നത്. ശുദ്ധി പ്രസ്ഥാന സ്ഥാപകൻ ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ശുദ്ധി പ്രസ്ഥാന സ്ഥാപകൻ. ഓർക്കുക. തമിഴ്നാടിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാ? തഞ്ചാവൂരാണ് തമിഴ്നാടിന്റെ നെല്ലറ എന്നറിയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? കുട്ടനാടാണ്. കുട്ടനാട്. മലബാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? കേരളത്തിലാണോ? അല്ല, മുംബൈയിലാണ് മലബാർ ഹിൽസ് സ്ഥിതി ചെയ്യുന്നത്. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ സ്ഥാപകൻ ആര്? സർ വില്യം ജോൺസ് ആണ് ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ സ്ഥാപകൻ. ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാൾ സ്ഥാപിച്ച വർഷം ഏതാ? 1784. കഴ്സൺ പ്രഭു ബംഗാൾ വിഭജിച്ചത് എപ്പോഴാണ്? 1905 ഒക്ടോബർ മാസം 16 കഴ്സൺ പ്രഭു ബംഗാൾ വിഭജിച്ചത്. ഓർക്കുക. ഓക്കെ, അപ്പൊ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ 10-25 ഫാക്ട്സ് കിട്ടിയില്ലേ? അടുത്തതിലേക്ക് പോയാലോ? അടുത്ത ചോദ്യം നോക്കാം. സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി ആരാണ്? KM പണിക്കരാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷനിൽ അംഗമായിരുന്ന മലയാളി. ആരാണ് VP മേനോൻ?
നാട്ടുരാജ്യങ്ങളെ സംയോജിക്കുന്നതിൽ അല്ലെങ്കിൽ ഏകീകരിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച മലയാളിയാണ് വാപ്പാല പങ്കുണ്ണി മേനോൻ എന്ന VP മേനോൻ. അപ്പൊ നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കാൻ വേണ്ടി രൂപം കൊണ്ട ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്റ്റേറ്റ്സിന്റെ തലവനായിരുന്ന മലയാളി ആരാണെന്ന് ചോദിച്ചാൽ VP മേനോനാണ്. VP മേനോൻ. അപ്പൊ ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ ഏതൊക്കെയാണ്? ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ്. ഹൈദരാബാദ്, കാശ്മീർ, ജുനഗഡ് എന്നീ നാട്ടുരാജ്യങ്ങളാണ് ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ച നാട്ടുരാജ്യങ്ങൾ. സ്വതന്ത്ര ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളുടെ ഏകീകരണത്തിന് നേതൃത്വം കൊടുത്ത വ്യക്തി ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേൽ. അപ്പൊ ഈ ഹൈദരാബാദും കാശ്മീരും ജുനഗഡും ഒക്കെ പിന്നീട് എപ്പോഴാണ് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർന്നത്? കാശ്മീർ ഇന്ത്യയിലേക്ക് ചേർക്കാനുള്ള ഉടമ്പടിയിൽ ഒപ്പുവെച്ചത് രാജാ ഹരിസിംഗ് ആണ്. അങ്ങനെ 1947 കാശ്മീർ ഇന്ത്യയിലേക്ക് ചേർന്നത്. ഹൈദരാബാദിനെ സൈനിക നടപടി വഴി, ഓപ്പറേഷൻ പോളോ എന്ന സൈനിക നടപടി വഴിയാണ് 1948 ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർത്തത്. ജനഹിത പരിശോധനയിലൂടെയാണ് ജുനഗഡിനെ ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർത്തത്. സർദാർ വല്ലഭായ് പട്ടേൽ ഈ നാട്ടുരാജ്യ സംയോജന സമയത്ത് പറഞ്ഞ ഒരു വാചകമുണ്ട്: കഷ്ടപ്പെട്ട് നാം നേടിയ സ്വാതന്ത്ര്യം നാട്ടുരാജ്യങ്ങളാകുന്ന വാതായനങ്ങളിലൂടെ നമുക്ക് നഷ്ടമാകാൻ പാടില്ല എന്ന് പറഞ്ഞത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ് ഇപ്രകാരം പറഞ്ഞത്. സർദാർ വല്ലഭായ് പട്ടേൽ. ഇനി ഒരു 10 മുൻവർഷ ചോദ്യം നോക്കിയാലോ. സഖാവ് എന്ന നാടകം ആരുടെ കഥയാണ് പറയുന്നത്? കൃഷ്ണപിള്ളയുടെ കഥ പറയുന്ന നാടകമാണ് സഖാവ്. ഹരിതശ്രീ പദ്ധതിയുടെ ലക്ഷ്യം എന്താ? പച്ചക്കറിയുടെ അധിക ഉൽപാദനമാണ് ഹരിതശ്രീ എന്ന പദ്ധതിയുടെ ലക്ഷ്യം. സെൻട്രൽ ലെതർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം എവിടെയാണ്? ചെന്നൈയിലാണ് സെൻട്രൽ ലെതർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. വാർദ്ധക്യത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയ്ക്ക് പറയുന്ന പേരെന്താ? ജെറന്റോളജി. ജെറന്റോളജിയാണ് വാർദ്ധക്യത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖ. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥിയുടെ പേരെന്താ? കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം ഏതാണെന്ന് ചോദിച്ചാൽ പല്ലിന്റെ ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കടുപ്പമേറിയ ഭാഗം. ഓർക്കുക. ഇനി എപ്പോഴും PS ചോദിക്കുന്ന ഒരു ചോദ്യമായിരുന്നു, ജാർഖണ്ഡ് സംസ്ഥാനം നിലവിൽ വന്നത് എപ്പോഴാണ്? 2000 നവംബർ 15 ജാർഖണ്ഡ് സംസ്ഥാനം നിലവിൽ വന്നത്. പഞ്ചാബിലെ സിംഹം എന്നറിയപ്പെടുന്നത് ആരാ? ലാലാ ലജ്പത് റായ്. ലാലാ ലജ്പത് റായ് ആണ് പഞ്ചാബിലെ സിംഹം എന്നറിയപ്പെടുന്നത്. കരസേനാ ദിനം എന്നാണ്. ജനുവരി 15 കരസേനാ ദിനം. മുസ്ലിം ലീഗ് സ്ഥാപിക്കപ്പെട്ട വർഷം ഏതാ? 1906. 1906 മുസ്ലിം ലീഗ് സ്ഥാപിക്കപ്പെട്ടത്. അടുത്ത ചോദ്യം നോക്കാം. തന്നിരിക്കുന്ന സൂചകങ്ങളുടെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ പ്രശസ്തനായ നേതാവിനെ തിരിച്ചറിയുക. 1904 ഒക്ടോബറിൽ ബ്രിട്ടീഷ് ഇന്ത്യയിലെ മലബാർ ജില്ലയിലാണ് ജനനം. 1927 ഇന്റർനാഷണൽ കോൺഗ്രസിൽ ചേർന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി. എന്റെ ജീവിത കഥ, അതിൽ നിന്ന് തന്നെയുണ്ടല്ലോ എന്റെ ജീവിത കഥ. AKGയുടെ ആത്മകഥയാണ്. അപ്പൊ ആരാണ് ഈ വ്യക്തി? AK ഗോപാലനാണ്. AK ഗോപാലൻ. AK ഗോപാലന്റെ പ്രശസ്തമായ കൃതികൾ ഏതൊക്കെ? ഒന്ന്, ഇദ്ദേഹത്തിന്റെ ആത്മകഥ തന്നെയാണ് എന്റെ ജീവിത കഥ. ഞാൻ ഒരു പുതിയ ലോകം കണ്ടു. ആരുടെ കൃതിയാണ്? AKG രചിച്ച കൃതിയാണ് ഞാൻ ഒരു പുതിയ ലോകം കണ്ടു. ഹരിജനം, എന്റെ ഡയറി, മണ്ണിനു വേണ്ടി, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, മണ്ണിനു വേണ്ടി, കൊടുങ്കാറ്റിന്റെ മാറ്റൊലി, ഇവയൊക്കെ AKGയുടെ പ്രധാന കൃതികളാണ്. എന്റെ ഡയറി, ഹരിജനം, മണ്ണിനു വേണ്ടി, കൊടുങ്കാറ്റിന്റെ മാറ്റൊലി, എന്റെ പൂർവ്വകാല സ്മരണകൾ, എന്റെ ജീവിത കഥ, ഞാനൊരു പുതിയ ലോകം കണ്ടു. ആരുടെ കൃതികളാണ്? AKGയുടെ പ്രധാന കൃതികളാണ്. അപ്പൊ AKGയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കണ്ണൂർ ജില്ലയിലാണ് AKGയുടെ പ്രതിമ സ്ഥിതി ചെയ്യുന്നത്. AKGയുടെ ശവകുടീരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ കണ്ണൂർ ജില്ലയിലെ പയ്യാമ്പലത്താണ്. PSC എപ്പോഴും ചോദിക്കുന്ന ചോദ്യമാണ്. ഇന്ത്യയിൽ ആദ്യമായി കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ വ്യക്തി ആരാണ്? AKG ആണ് ഇന്ത്യയിൽ ആദ്യമായി കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ വ്യക്തി. ഈ കരുതൽ തടങ്കലിനോടനുബന്ധിച്ച് നടന്ന കേസ് ഏതായിരുന്നു? AKG വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് ആണ്. AKG വേഴ്സസ് മദ്രാസ് സ്റ്റേറ്റ് ആണ് കരുതൽ തടങ്കലിനോടനുബന്ധിച്ച് നടന്ന കേസ്. ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ AKG ആണ് ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ.
ഇദ്ദേഹം നയിച്ച ജാഥയാണ് പട്ടിണി ജാഥ. വർഷമേത 1936. 1936 കണ്ണൂരിൽ നിന്നും മദ്രാസിലേക്കാണ് AKG പട്ടിണി ജാഥ നയിച്ചത് എന്നോർക്കുക. 32 പേരാണ് ഈ പട്ടിണി ജാഥയിൽ പങ്കെടുത്തത്. ഇന്ത്യൻ കോഫി ഹൗസിന്റെ രൂപീകരണത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തി ആരാണ്? AKG ആണ്. AKG. ഇനി ഒരു 10 മുൻവർഷ ചോദ്യം നോക്കിയാലോ. ഒന്നാമത്തെ ചോദ്യം, ജനഗണമന രചിച്ചതാര്? രവീന്ദ്രനാഥ ടാഗോർ ആണ് നമ്മുടെ ദേശീയ ഗാനമായ ജനഗണമന രചിച്ചത്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം. ഈ വാക്കുകൾ ആരാ പറഞ്ഞത്? സുഭാഷ് ചന്ദ്ര ബോസ് ആണ് ഈ വാക്കുകൾ പറഞ്ഞത്. സിക്സ്ത് സെൻസ് എന്ന ചലച്ചിത്രത്തിന്റെ സംവിധായകൻ ആരാണ്? മനോജ് ശ്യാമളനാണ്. മനോജ് ശ്യാമളൻ. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയ്. യാമിനി കൃഷ്ണമൂർത്തി, രുക്മിണി ദേവി എന്നിവർ പ്രശസ്തരായത് ഏത് നൃത്ത രംഗത്ത് നിന്നാണ്? ഭരതനാട്യം നർത്തകികളാണ് യാമിനി കൃഷ്ണമൂർത്തിയും രുക്മിണി ദേവിയും. ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സിവിലിയൻ അവാർഡ് ഏതാണ്? ഭാരതരത്നമാണ്. ഭാരതരത്നം. അർജുന അവാർഡ് ഇന്ത്യയിൽ നടപ്പിലാക്കിയ വർഷം ഏതാ? 1961. 1961 അർജുന അവാർഡ് നടപ്പിലാക്കിയത്. ഇന്ത്യൻ റിസർവ് ബാങ്ക് സ്ഥാപിതമായ വർഷം ഏതാണ്? 1935 ഏപ്രിൽ മാസം 1. 1935 ഏപ്രിൽ മാസം 1 RBI രൂപീകരിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ ആരാണെന്ന് ചോദിച്ചാൽ GV മാവലങ്കാർ ആണ് ആദ്യത്തെ ലോക്സഭാ സ്പീക്കർ. ഇന്ത്യയിലെ ഹൈടെക് സിറ്റി ഏതാണ്? ഹൈദരാബാദ് ആണ് ഇന്ത്യയിലെ ഹൈടെക് സിറ്റി. ഏതാണ്? ഹൈദരാബാദ്. അടുത്ത ചോദ്യം നോക്കാം. ഗാന്ധിയും അരാജകത്വവും എന്ന ഗ്രന്ഥം എഴുതിയത് ആര്? ചേറ്റൂർ ശങ്കരൻ നായരാണ് ഗാന്ധി ആൻഡ് അനാർക്കി എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ്. കേരളത്തിലെ ആദ്യ വനിതാ സമ്മേളനം നടന്ന സ്ഥലം ഏതാണ്? വടകരയിലാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ സമ്മേളനം നടന്നത്. ദർസാർ സാഹിബ് എന്നറിയപ്പെടുന്ന കേരളത്തിലെ സാമൂഹിക പരിഷ്കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ അയ്യത്താൻ ഗോപാലനാണ്. അയ്യത്താൻ ഗോപാലൻ. ബാരിസ്റ്റർ GP പിള്ള താഴെ പറയുന്ന ഏത് സംഭവവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ്? മലയാളി മെമ്മോറിയൽ ആണ്. ബാരിസ്റ്റർ GP പിള്ള. കൊച്ചി രാജ്യ പ്രജാമണ്ഡലത്തിന്റെ നേതാക്കളിൽ പെടാത്തത് ആര് എന്ന് ചോദിച്ചാൽ ഷൺമുഖം ചെട്ടിയാണ്. RK ഷൺമുഖം ചെട്ടി. കേരള സംസ്ഥാന രൂപീകരണത്തിനായി തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തു. അതിൽ ഒരെണ്ണം താഴെ പറയുന്നു. അത് തന്നിരിക്കുന്ന ഏതൊക്കെയാണ്? അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട്, തോവാളെ എന്നീ സ്ഥലങ്ങളാണ് മദിരാശി സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തത്. വൈറ്റമിൻ എയുടെ ലഭ്യത കുറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു രോഗം ഏതാണ്? നിശാന്തതയാണ്. നിശാന്തത. ഇനി ഒരു 10 മുൻവർഷ ചോദ്യം നോക്കാം. ഇന്ത്യയുടെ തലസ്ഥാനം കൊൽക്കത്തയിൽ നിന്നും ഡൽഹിയിലേക്ക് മാറ്റിയ വർഷം ഏതാ? 1911 ആണ്. 1911. ഇന്ത്യയുടെ ഉരുക്കു മനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ ആണ്. സർദാർ വല്ലഭായ് പട്ടേൽ. കേരളത്തിലെ ആദ്യത്തെ യഹൂദ പള്ളി സ്ഥിതി ചെയ്യുന്നത് എവിടെയാ? മട്ടാഞ്ചേരിയിലാണ്. വർഷം 1567 ഇത് സ്ഥാപിച്ചത്. 1567. മൂഷക വംശം രചിച്ചത് ആരാണ്? അതുലനാണ് മൂഷക വംശം രചിച്ചത്. ഫ്രഞ്ച് വിപ്ലവത്തിന് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച ഇന്ത്യൻ ഭരണാധികാരി ആരാണെന്ന് ചോദിച്ചാൽ ടിപ്പു സുൽത്താൻ ആണ്. ടിപ്പു സുൽത്താൻ. ബ്രിട്ടീഷ് പാർലമെന്റിലെത്തിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ദാദാഭായ് നവറോജി ആണ്. ദാദാഭായ് നവറോജി. വൈക്കം സത്യാഗ്രഹം ആരംഭിച്ച വർഷം ഏതാ? 1924 ആണ്. 1924. കേരളത്തിലെ ഏറ്റവും കുറച്ചു കാലം മുഖ്യമന്ത്രിയായിരുന്ന വ്യക്തി ആരാണ്? CH മുഹമ്മദ് കോയ. CH മുഹമ്മദ് കോയയാണ്. ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലം ഏത് എന്ന് ചോദിച്ചാൽ ശിവഗിരിയാണ് ശ്രീനാരായണ ഗുരുവിന്റെ സമാധി സ്ഥലം. താഴെ പറയുന്നവയിൽ ജീവിതശൈലി രോഗം അല്ലാത്തത് ഏത്? ഹീമോഫീലിയാണ് ജീവിതശൈലി രോഗം അല്ലാത്തത്. നിശബ്ദ വസന്തം അഥവാ സൈലന്റ് സ്പ്രിംഗ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? റേച്ചൽ കേഴ്സൺ ആണ്. റേച്ചൽ കേഴ്സൺ. താഴെ പറയുന്നവയിൽ വന്യജീവി സങ്കേതത്തിന് ഉദാഹരണം ഏതാണ്? വന്യജീവി സങ്കേതം പെരിയാർ വന്യജീവി സങ്കേതമാണ്. ബാക്കി ഇരവികുളവും സൈലന്റ് വാലിയും ഒക്കെ എന്താണ്? നാഷണൽ പാർക്കാണ്. നീലഗിരി ബയോസ്ഫിയർ റിസർവ് ആണ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം ഏത്? പല്ലിന്റെ ഇനാമലാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും കാഠിന്യമുള്ള പദാർത്ഥം. ഏതിനം ശ്വേതരക്താണുക്കളുടെ ജനിതക സംവിധാനം ഉപയോഗിച്ചാണ് എയ്ഡ്സിന് കാരണമായ HIV വൈറസ് പെരുകുന്നത്? ഏതാണ്? ലിംഫോസൈറ്റ് ആണ്. ലിംഫോസൈറ്റ്. മനുഷ്യ ശരീരത്തിൽ യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് എവിടെ? യൂറിയയുടെ നിർമ്മാണം നടക്കുന്നത് കരളിലാണ്. കരൾ. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത പാവലിന്റെ ഇനം ഏതാണ്? പാവം പ്രിയങ്ക എന്നോർത്താൽ മതി. അപ്പൊ പാവൽ പ്രിയങ്ക. അന്താരാഷ്ട്ര
ചെറുധാന്യ വർഷമായി ആഘോഷിച്ച വർഷം ഏത്? ചെറുധാന്യ വർഷം 2023 സർക്കാർ പൊതുജനാരോഗ്യ പദ്ധതിയായ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ദരിദ്രരും ദുർബലരുമായ കുടുംബങ്ങൾക്ക് ചികിത്സയ്ക്കായി പ്രതിവർഷം അനുവദിച്ചിട്ടുള്ള തുക എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. 5 ലക്ഷം രൂപ. ഓക്കെ, അപ്പൊ ഇത്രയാണ് ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത ചോദ്യങ്ങൾ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എല്ലാം പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളുടെ ലൈക്ക് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്തും കൂടി കൊടുത്തിരിക്കാം. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്